സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ പി സി ജോർജ്, പല കഥകളാണ് സുനി പറഞ്ഞിട്ടുള്ളത്. അതിലൊരു കഥയാണ് ഈ നടൻ, നടി, നിർമ്മാതാവ്. അത് തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട് സുനി. പിന്നീട് തൃശ്ശൂർ നിന്നുള്ളൊരു സംഘം 2 കോടി ഓഫർ ചെയ്തുകൊണ്ട് വന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 16-ാം തീയതിക്ക് ശേഷം അദ്ദേഹം മാഡം ആരെന്ന് പറയും. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും സുനിയാണ് ഈ അന്വേഷണത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഘട്ടത്തിൽ സുനിയോ സുനിയുടെ ഒരു ഇടപാടുകാരനോ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അങ്ങനെയെങ്കിൽ ആ പേരുകൾ പറയണം. സുനി പറയുന്നതിനകത്ത് ഒരു കാര്യമില്ലെന്ന് മാത്രമല്ല, അവനെ ശരീരം മുഴുവൻ വരഞ്ഞിട്ട് നല്ല കാന്താരി മുളക് തേച്ച് വിടണം എന്നുള്ള അഭിപ്രായക്കാരനായി. അവൻ ഈ രാജ്യത്ത് കാണിക്കുന്ന വൃത്തികേട് എത്ര വലുതാണ്. അവൻ ആദ്യമാണോ ഇത്? എത്ര സിനിമാടിമാരോട് ഇതുപോലെ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ അവനെ അന്നേ സിനിമാ ലോകത്ത് നിന്ന് പുറത്താക്കുന്നതിന് പകരം നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും നമ്മുടെ സിനിമാ നടനുണ്ടല്ലോ, പിന്നെ നമ്മുടെ എല്ലാം അറിയാമല്ലോ MLA, ഇപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് വളർത്തുകയില്ലായിരുന്നു. അവനെ അന്ന് പുറത്താക്കിയെങ്കിൽ ഈ സംഭവം വല്ലതും ഉണ്ടാവുമോ? ഒന്ന് ആലോചിക്കണം. ഇത്തവണത്തെ സംഭവം എന്നാ, ഒരു സിനിമാ നടിയെ കാറിനകത്ത് കയറ്റി 4 മണിക്കൂർ ചുറ്റുകൊണ്ട് നടക്കുക. 2.5 മണിക്കൂർ ആലോചിച്ചോടും. അർത്ഥം കറക്റ്റ് വേണം, ശ്രദ്ധിച്ചോടും. 8:30 മുതൽ എന്തെല്ലാം കാണിച്ചു എനിക്കറിയില്ല. അവിടെ നിൽക്കട്ടെ. കറക്കിയിട്ട് വളരെ സുന്ദരമായി, അതെ വേണു മനസ്സിലാക്കിയോ, സുന്ദരമായി ആ പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരാളെ വീട്ടിൻ്റെ വാതൊക്കെ കൊണ്ട് ഇറക്കി വിട്ടു. മനസ്സിലായോ? അതെന്താ അങ്ങനെ ചെയ്തേ? ആരുടെ വാദം കൊണ്ട് ഇറക്കി വിട്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അവളങ്ങോട്ട് കയറുതേ, ആ പെൺകുട്ടി കയറുതേ, അവൾക്ക് സംരക്ഷണമായി. ഇങ്ങനെ ആ പെൺകുട്ടിയോട് അത്രമാത്രം വൈരാഗ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണോ? വേണു എഴുതിയിട്ടോ. ഇത് കേരളത്തിലെ ഏറ്റവും പ്രമുഖ നടനും നടൻ്റെ ചെറിയൊരു കുശുമ്പ്. ഇങ്ങനെ ഇത്രയും വരുമെന്ന് അങ്ങനെ ഓർത്തില്ല. ഒരു സ്ത്രീ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. ഈ ദിലീപ് ഉപേക്ഷിച്ച ബന്ധം വിച്ഛേദിച്ച സ്ത്രീയുണ്ട്. ആ ബന്ധം വിച്ഛേദിച്ചപ്പോൾ വേണുവിനോടൊപ്പം അല്ല ദിലീപിനോടൊപ്പം പ്രായമായ മകൾ നിന്നെങ്കിൽ അല്പം നീതി അപ്പൻ്റെ ഭാഗത്തുണ്ട്. മഞ്ജു വാര്യരുമായിട്ട് പണങ്ങി പിരിഞ്ഞല്ലോ. മഞ്ജു വാര്യരെ എനിക്ക് നല്ല ഓർമ്മയാണ്. നമ്മുടെ യുവനോത്സവത്തിന് ഏറ്റവും വലിയ അവാർഡ് മേടിക്കാൻ അന്നുണ്ടായ സംഭവം മുതൽ ഞാനിപ്പോൾ ചർച്ചയ്ക്കില്ല, തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ചർച്ച ചെയ്യില്ല. അന്ന് മുതൽ എനിക്ക് കേട്ട് അറിവുണ്ട്, നല്ല പരിചയമാണ്. ഇപ്പോൾ ആ നടിയും നമ്മുടെ ADGP സന്ധ്യയായിട്ടുള്ള ബന്ധം ആർക്കും അറിയില്ലാത്തത്? എല്ലാവർക്കും അറിയാം. ആ ബന്ധവും തലശ്ശേരി ബന്ധവും. സാങ്കേതിക പ്രശ്നമുണ്ട് ശ്രീ പി സി ജോർജുമായി. അത് വേഗം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് അജകുമാർ, ഇവിടെ ശ്രീ പി സി പറഞ്ഞതിൽ നിന്ന് നമുക്ക് തുടരാം. ഇവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ മഞ്ജു വാര്യർക്ക് ദിലീപിന് ഈ നടിയോട് വിരോധം തോന്നേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കി അത് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചു എന്നാണ്. ഈ അബാദ് പ്ലാസ ഗൂഢാലോചന നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജു വാര്യർ തന്നെയാണ്. അപ്പോൾ ആ ബന്ധത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും അത് വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ നടിയെ ഇത്ര ഭീകരമായി അങ്ങ് ആക്രമിക്കാനൊരു പദ്ധതി അദ്ദേഹം ആസൂത്രണം ചെയ്യണോ? അത് സാമാന്യയുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് ബെയിലിൽ ചോദിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ നടൻ തന്നെയാണ് ഇത് ഡൈവോഴ്സ്. ശ്രീ പി സിയിലേക്ക് ഞാൻ വരികയാണ്. ശ്രീ പി സി, താങ്കൾക്ക് തുടരാം. താങ്കൾ പറഞ്ഞു വന്നത് താങ്കൾക്ക് തുടരാം. കേൾക്കാൻ കഴിഞ്ഞത് തലശ്ശേരി ബന്ധം വരെയാണ്. ഞങ്ങൾ കേട്ടത്. തലശ്ശേരി ബന്ധം എന്ന് പറഞ്ഞാൽ ചെറിയ ബന്ധമൊന്നുമല്ല, സിനിമയായിട്ട് നല്ല ബന്ധമാണ്. ആ തലശ്ശേരി ബന്ധം ഇതെല്ലാം തലശ്ശേരിക്കാരാന്ന് ഓർത്തണം, കണ്ണൂരുകാർ. കണ്ണൂർ ലോബിയാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനകത്തൊരു സൈഡ് വല്ലായിരുന്നു. അദ്ദേഹം ആദ്യമേ പച്ചയ്ക്ക് പറഞ്ഞു ഇതിനകത്തൊരു ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞതാണ്. എപ്പോഴാണ് അദ്ദേഹം തിരിഞ്ഞത്? ഈ മഞ്ജു വാര്യരും പിണറായി വിജയനുമായിട്ട് ഇരിക്കുന്ന പടം എല്ലാ പത്രത്തിലും വന്ന് എല്ലാ ചാനലിലും വന്ന് കണ്ടായിരുന്നോ? വേണു കണ്ടായിരുന്നു? അത് ഞാൻ കണ്ടു. ആ കൂടിക്കാഴ്ച അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു നോട്ട് പിണറായി സഖാവിന് മുഖ്യമന്ത്രിക്ക് ഈ മഞ്ജു വാര്യർ കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഭയമില്ലാതെ ഈയനം വൃത്തികേട് മുഴുവൻ നടത്തിയത്. അല്ലെങ്കിൽ വേറൊന്നുകൂടെ മനസ്സിലാക്കിക്കോണം, എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് ദിലീപ് വരരുത് എന്ന് തലശ്ശേരിക്കാരനായ എക്സിബിറ്റർ
ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ അതിനു വേണ്ടി ഇയാളെ പിടിച്ച് അവിടെ ഗസ്റ്റ് ഹൗസിൽ വെച്ചതേ ഉള്ളൂ. അന്ന് സംഭവിച്ചത് DGP ഉണ്ട് സെൻകുമാർ IG വിളിച്ച്, IG വളരെ മാന്യനാണ്, അങ്ങനെ ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് മാറ്റിയിരിക്കുക, അദ്ദേഹത്തെ വിളിച്ച് അയാളെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇറക്കി വിടാൻ പറഞ്ഞു. ഇറക്കി വിടേണ്ടി വന്നു. ഇറക്കി വിട്ടപ്പോൾ പിറ്റേ ദിവസം രാവിലെ വന്ന് നമ്മുടെ ദിലീപ് ഇതിൻ്റെ പ്രസിഡൻ്റായി. പിന്നെ അയാളെ പുറത്താക്കാൻ എന്ന മാർഗം അറസ്റ്റേ ഉള്ളൂ. അങ്ങനെയാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇല്ലെങ്കിൽ അത് DGP ആയിരുന്ന സെൻകുമാർ ഇടപെട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു 12 മണി വരെ വെച്ചുകൊണ്ടിരിക്കും, വേറൊരാൾ എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാവും, ദിലീപ് ഇറങ്ങിപ്പോയി ഇങ്ങനെ കേസേ ഉണ്ടാവില്ലായിരുന്നു. ഈ കേസ് ഉണ്ടാക്കാൻ കാര്യം തന്നെ എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് താനാണ്. ഇത് ആർക്കും അറിയില്ലാത്ത എല്ലാവർക്കും അറിയാൻ വേണു. ഇത് തെളിയും, യാതൊരു സംശയമില്ല, ധൈര്യമായിട്ട് അവിടെ ഇരുന്നു. പക്ഷേ ശ്രീ PC ജോർജ്, അങ്ങനെയെങ്കിൽ ഈ സെൻകുമാർ ഇടപെട്ടിട്ടാണ് ദിലീപിന്റെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് പറഞ്ഞു വിട്ടത് എങ്കിൽ തിരുവനന്തപുരത്തു നിന്നൊരു കോൾ വന്നുവെന്നും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ളൊരു പ്രമുഖനായിരുന്നു എന്നും ഒക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ അടിസ്ഥാനമില്ല എന്നാണോ? അത് ഞാൻ പറയാം. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ആ സമയം വരെ ആ ടൈമിലൊന്നും ഈ മുഖ്യമന്ത്രി ഒരു വശമല്ല. മുഖ്യമന്ത്രി 100% നിഷ്പക്ഷനാണ്. മുഖ്യമന്ത്രി വശത്തേക്ക് ചെരിഞ്ഞത് അവാർഡ് വാങ്ങാനായിട്ട് ഈ പെൺകുട്ടി സിനിമാന്തിരി വന്നതാണ്. അവർ വന്നു, അവിടെ വെച്ച് സ്റ്റേ വെച്ച് കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വെച്ച് മുഖ്യമന്ത്രിയിൽ നീണ്ട ഒരു ലേഖനം കത്ത് കൊടുത്തു എന്നാണ് ദിലീപിനെതിരെ. അതാണ് മുഖ്യമന്ത്രി അത് വിശ്വസിച്ചു. അത് വിശ്വസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്വഭാവം നമുക്കെല്ലാം അറിയാം. ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ പിന്നെ നേലുകീഴ് നോട്ടമില്ലല്ലോ. അത് കണ്ണൂർ സ്വഭാവമാണ്. പക്ഷേ അത് മുഴുവൻ കളവാണെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായില്ല. അത് മുഴുവൻ ഒരു പെൺപുലിയുടെ വൈരാഗ്യമായിരുന്നു. ആ വൈരാഗ്യമാണ് ഈ നിലയിലിപ്പോൾ ഈ കേസ് മുഴുവൻ ആകാൻ കാരണം. ആരെന്ത് പറഞ്ഞാലും നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഈ ബൈജു കൊട്ടാരക്കര എനിക്കറിയാവുന്നത്രയും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ ബൈജു കൊട്ടാരക്കരെ പറ്റി മോശമായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാം എനിക്കറിയാം. ബൈജു കൊട്ടാരക്കര സിനിമാ ഫീൽഡിൽ നിന്ന് നശിച്ചു പോയ ഒരാളാണ്. അദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങി, അത് നഷ്ടത്തിലായി, എല്ലാം കഷ്ടത്തിലായി. അപ്പോൾ ദിലീപ് നമ്മുടെ ബൈജു കൊട്ടാരക്കരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കാരോടും ചരിത്രത വേണ്ട. ബൈജു കൊട്ടാരക്കരെ നമുക്ക് ദൈവം വിധിച്ചില്ല, അത് നമുക്ക് ബുദ്ധിമുട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക, നല്ലത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ ദിലീപിനെ പിടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അയാൾ 5 പൈസ ആർക്കും ദാനം ചെയ്യല, അയാൾ ഉണ്ടാക്കാൻ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് അയാളെ പറയാൻ നടന്ന് ഉദ്ധരിക്കേണ്ട. സത്യവിരുദ്ധമായ ഒരു കാര്യവും ബൈജു പറയരുത്. അങ്ങനെ കൂടുതലായി പറഞ്ഞു വന്നാൽ ഞാൻ വല്ലവും പറഞ്ഞു പോകും എന്നുകൂടി ബൈജു കൊട്ടാരക്കരെ അറിയിക്കുക. വേണ്ട PC, നമുക്കത് അവിടെ നിർത്താം. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് എനിക്ക് ബൈജു കൊട്ടാരക്കരയ്ക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, എന്നോട് ക്ഷമിക്കണം. 2 മിനിറ്റേ ഉള്ളൂ. അഡ്വക്കേറ്റ് രാജകുമാർ, അപ്പോൾ ഈ ഡൈവോഴ്സിന് മൂവ് ചെയ്യുന്നത് തന്നെ അദ്ദേഹമാണ്, പിന്നെ കുട്ടി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറെ പറ്റി വിശദീകരിച്ചുകൊണ്ട് ആ കാര്യവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നെ 1.5 കോടിയുടെ ഒരു കൊട്ടേഷന് 10,000 ആണോ വാങ്ങുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അതിൽ വരുന്നുണ്ട്. ഈ ടവർ ലൊക്കേഷൻ്റെ കാര്യം പറയുകയുണ്ടായല്ലോ, അന്ന് മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി എന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞു വരുമ്പോൾ ശ്രീ PC കുറച്ച് തീവ്രമായി പറഞ്ഞതുപോലെ ഒരു പെൺപുലിയുടെ പ്രതികാരം എന്ന നിലയിലേക്ക് കാണണ്ട, എങ്കിൽ പോലും പിഴവുകളില്ലേ ഇതിൽ? ഇത് പിഴവുകളാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കുറ്റപത്രം വരുമ്പോഴാണ്. ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ നിൽക്കുകയാണ് നമ്മൾ. ഈ പറഞ്ഞ ബെയിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മറുപടി പറയാൻ പ്രോസിക്യൂഷനും അതിനു വേണ്ട അവരുടെ വാദത്തെ ന്യായീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള തെളിവുകളും ശേഖരിക്കുവാൻ ഇനിയും പോലീസിന് അവകാശമുണ്ട്. ആ അവകാശം നിൽക്കും. അത്രയും കാലം ദിലീപ് അകത്ത് കിടക്കട്ടെ എന്നാണോ? അല്ല, അത് തീരുമാനിക്കേണ്ടത് 439 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ടാണ്. കോർട്ട് കൺസിഡർ ചെയ്യട്ടെ അദ്ദേഹത്തെ വേണമോ വേണ്ടയോ എന്ന്. ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഈ ഘട്ടത്തിൽ ഈ നടൻ ഇത്രയും മെറ്റീരിയലുമായിട്ട് പുറത്തു പോയാൽ അതിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും? അഡ്വക്കേറ്റ് രാജകുമാർ, ഇനി പുതുതായി എന്താണ് കിട്ടാനുള്ളത്? ഇപ്പോൾ പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്തു, അതെ, അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു, 12ാമത്തെയോ 13ാമത്തെയോ പ്രതിയാക്കി. അതുപോലെ രാജു ജോസഫിനെയും പ്രതിയാക്കി. അപ്പോൾ പോലീസ് അതുവഴി സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടല്ലോ, അത് കിട്ടില്ല എന്നാണ്. പിന്നെ അപ്പുണ്ണിയെ ചോദ്യം ചെയ്തു, അപ്പുണ്ണിയെയും വിട്ടേ, അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അപ്പുണ്ണി മുങ്ങി നടക്കുകയായിരുന്നില്ല, ഒരിക്കൽ പോലും നോട്ടീസ് കൊടുത്തിട്ടില്ല.
മുൻകൂർ ജാമ്യത്തിന് അപ്പുണ്ണി ശ്രമിച്ചു, അത് അപ്പുണ്ണിക്ക് ഭയം കാരണം അല്ലെങ്കിൽ അപ്പുണ്ണിയുടെ അവകാശം ഉപയോഗിച്ചു. നോട്ടീസ് കൊടുത്തപ്പോൾ അപ്പുണ്ണി വരികയും ചെയ്തു. ഇതാണ് അതിന്റെ സ്ഥിതി. ഇനിയും ഒരാൾ അകത്ത് തന്നെ കിടക്കട്ടെ എന്ന് പറയുന്നുവെങ്കിൽ അത് മറ്റാരുടെയോ ആഗ്രഹത്തിനൊപ്പം നാം നിൽക്കുന്നു എന്നല്ല എന്നെങ്കിലും നൈതികമായി നമുക്ക് ബോധ്യമുണ്ടല്ല. നമ്മൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയോ അങ്ങനെയല്ല കിട്ടാതിരിക്കുകയോ ചെയ്യുന്നില്ല. ഇവിടുത്തെ ഒരു പ്രശ്നം, ഈ ഘട്ടത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ അതേപോലെ കോടതിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിയമപരമായി അങ്ങനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ഫർദർ എവിഡൻസും പ്രോസിക്യൂഷൻ്റെ കൗണ്ടർ വാദവും കോടതിക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അതെല്ലാം നാളെ ഉണ്ടാകുമെന്ന് കരുതാം. അങ്ങനെയെങ്കിൽ നാളത്തെ ദിവസം നിർണായകം. നാളത്തെ ദിവസം നിർണായകമാണ്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചായിരിക്കും വളരെ നിർണായകം. പുതിയ സാഹചര്യത്തിൽ നിർണായകമായിരിക്കുക. എനിക്ക് പൂർണ്ണമായ സമയം കഴിഞ്ഞു. ഒരു 15 സെക്കൻഡ് ബൈജു, മോശം മറുപടികൾക്കല്ലാതെ നല്ല മറുപടിയോട് അവസാനിപ്പിക്കാൻ. ബൈജു വേണു എനിക്ക് പറയാനുള്ളത് ശ്രീ PC ജോർജിനോടാണ്. അദ്ദേഹം ഒരു പുതിയ കഥയുണ്ടാക്കി. ആ ഒരു പുതിയ കഥ നമുക്ക് വരും കാലങ്ങളിൽ എന്തായാലും കാണാൻ പറ്റും. പിന്നെ എനിക്ക് അത്യാവശ്യം ബാക്കി മറുപടിയൊക്കെ വേറെ ഏതെങ്കിലും സമയത്ത് ഞാൻ പറഞ്ഞോളാം. പിന്നെ എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട് വേണു. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, മള്ളൂർ വക്കീലും 1000 രൂപയുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആർക്കും ആരെയും കൊല്ലാവുന്നൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. ഇവിടെയും ചിലപ്പോൾ അത് സംഭവിക്കാൻ വഴിയുണ്ട്. അതിനുവേണ്ടിയാണ് കുറെ കഥകൾ പല ആൾക്കാരും മനയുന്നതും കുറെ കാര്യങ്ങൾ വരുന്നതും PR ഏജൻസി വരുന്നതും എല്ലാം ചിലപ്പോൾ സംഭവിക്കാം. എന്തായാലും ഹൈക്കോടതി കേരളത്തിലെ ഉന്നത കോടതിയാണല്ലോ അത് പരിശോധിക്കുന്നത്. ഇതിന്റെ ന്യായാന്യായങ്ങൾ നാളത്തേക്ക് വിടാം നമുക്ക് ആ കാര്യം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.